ഇപ്പം ഇതെല്ലാം ഉപരി അന്നത്തെ 2007 മദ്രാസ് പ്രസാദ് ലാബിൽ എല്ലാം നെഗറ്റീവ് ഡാമേജ് ആയിപ്പോയി. ഈശ്വരാധീനം വരെ ചോട്ടാ മുംബൈയുടെ നെഗറ്റീവ് ഒരു കുഴപ്പമില്ലായിരുന്നു. സൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞാൻ നേരത്തെ ഹാർഡ് ഡിസ്കിൽ എടുത്ത് വെച്ചിരുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമില്ല. ചില റിലീസിങ് പടങ്ങൾക്ക് ചിലടത്ത് പിക്ചർ ചെറുതാവും. പിന്നെ 35 എന്നുള്ളത് ഒന്ന് മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇത് അന്നേ സിനിമാസ്കോപ്പാണ്. ഓക്കെ ഓക്കെ. അപ്പം ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള പടമാരുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കിക്കോളൂ, ഇപ്പോൾ വന്നാലും തിയേറ്റർ, പിന്നെ ഇത് അങ്ങനെ OTT ഈ പടം തിയേറ്റർ വന്നിട്ടില്ല. അപ്പോൾ ഇത് തിയേറ്റർ വരുമ്പോൾ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. ഇത് ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങളെ കണ്ടതാണ്. പക്ഷേ പലരും ഇതിനകത്ത് കുട്ടികളൊന്നും കണ്ടിട്ടില്ല. അന്ന് കുട്ടികളായിരുന്നവരൊക്കെയാണ് ഇപ്പോഴാണ് മുതിർന്നത് സ്വന്തമായിട്ട്. മറ്റേ വീട്ടുകാർ കാണിച്ചെങ്കിലേ ഉള്ളൂ. പിന്നെ UA അല്ലേ സർട്ടിഫിക്കറ്റ്. അപ്പം ചിലർ കുട്ടികളെ കൊണ്ടുപോകാതിരിക്കും. അതിനകത്ത് അങ്ങനെ ഒരു ഓക്വേർഡ് സീൻസ് ഒന്നും ഇല്ല. എന്നാലും ആക്ഷനും ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ തല തിരിഞ്ഞല്ല അത് ആ ഐഡിയ സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നോ? ഏതാണ് ഈ തല എന്നുള്ളത് മാറ്റിയിട്ട് ലതാന്നാക്കി കഴിഞ്ഞാൽ തലയുടെ ഓപ്പോസിറ്റ് വാക്കുകൾ അക്ഷരങ്ങൾ അങ്ങോട്ട് തിരിച്ചാൽ മതി, അത് ലതയാണ്. ആ ഐഡിയ സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ഐഡിയ അത് പാട്ടിലൊക്കെയും കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സ്ക്രിപ്റ്റ് നമ്മൾ പറയുമല്ലോ, റൈറ്ററിൻ്റെ അടുത്ത് പറയും, ലിറിക്സിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. തല എന്നാണ് എല്ലാവരും വിളിക്കുന്നത് മോഹൻലാലിനെ. ഈ പെണ്ണിൻ്റെ പേര് ലതാ, തിരിച്ചിട്ടാലും വരും, അത് പറയണമല്ലോ. ഈ പടത്തിലെ എല്ലാ പാട്ടുകളും അന്ന് സൂപ്പർ ഹിറ്റ് ആയിരുന്നു. എല്ലാം സൂപ്പർ ഹിറ്റാണ് എല്ലാം. ഇപ്പം അതിന് ശേഷം വന്ന കേരളത്തിലെ ന്യൂ ഇയർ പാർട്ടികൾക്കെല്ലാം ഡിസംബർ 31 വാസ്കോ ഡ ഗാമ ഡ്രാമ പാടിയിരിക്കും. അന്നത്തെ കാലത്ത് ഇതൊക്കെ കുറവുണ്ടെങ്കിലും 1 കോടിയിൽ പരം ആൾക്കാർ കണ്ട പാട്ടാണ് വാസ്കോ ഡ ഗാമ. ഭയങ്കര സംഭവം. ഇപ്പോഴും ആ പാട്ടിട്ടാലും രസം. അതുപോലെ തന്നെ ഈ തലയ്ക്കൊരു തീം സോങ് ഉണ്ടല്ലോ, ആ ട്രെൻഡ് കൊണ്ടുവന്നത് ഏകദേശം ആ പടത്തിലൂടെ കൊണ്ടുവന്ന പുതുമുഖങ്ങളിലൊന്നാണ് ഞാൻ കൊണ്ടുവന്ന പുതുമുഖം രാഹുൽ രാജ്, മ്യൂസിക് ഡയറക്ടർ. അയാൾ അതോടെ വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആയി. പിന്നെ കോളിൻസ്, അതിൻ്റെ പോസ്റ്റർ ആണ് ബ്യൂട്ടിഫുൾ പോസ്റ്റേഴ്സാണ്, അതെല്ലാം ചെയ്ത കോളിൻസാണ്. പിന്നെ മലയാളത്തിൽ ഏറ്റവും തിരക്കുള്ള എന്താ പറയുക പോസ്റ്റർ ഡിസൈനർ വന്നിട്ട് കോളിൻസാണ്. ഇപ്പോഴും ആ പടം വന്നപ്പോഴും പോസ്റ്റേഴ്സ് ചെയ്യുന്ന കോളിൻസ് തന്നെയാണ്. ഈ ലാലട്ടി ചെവിയിൽ ഇവിടെ ഒരു ഇയറിംഗ് പോലെ പ്ലേസ് അതൊക്കെ ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് പടങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ അൻവർ റഷീദിന്റെ ഐഡിയ ആണ്. ആദ്യം ഈ ഷർട്ട് ബോംബെ നിന്നാണ് തച്ചു വന്നത്. വന്നപ്പോഴത്തേക്ക് അൻവർ റഷീദ് ഹാപ്പി അല്ല. അപ്പോൾ വൈകുന്നേരം ഫസ്റ്റ് ഡേ ഷൂട്ടിങ് വൈകുന്നേരം നേരത്തെ നിർത്തി, നമുക്ക് നാളെ തുടങ്ങാം. എന്നിട്ട് അവിടെ ഈ പഴയ മറ്റേ ഈ വില കുറഞ്ഞ ഡ്രസ്സുകൾ വിൽക്കുന്ന സെക്ഷനിൽ അവിടെ നിന്ന് വാങ്ങിച്ച ഡ്രസ്സുകളാണ്. അങ്ങനെ പെൻഡാമേനകയെന്ന് വാങ്ങിച്ച പഴയ ഈ വില കുറഞ്ഞ ഡ്രസ്സ് ഉണ്ടല്ലോ, അതായത് അന്നത്തെ കാലത്ത് 100 രൂപ 150 രൂപയുടെ ഷർട്ട്, അങ്ങനെയുള്ള സാധനങ്ങൾ മോഹൻലാലിനെ കൊണ്ട് കാണിച്ച് മോഹൻലാൽ പിന്നെ കീറി ചെയ്തിട്ടാലും ജലി പറഞ്ഞിട്ടാലും എല്ലാം റെഡിയാണല്ലോ. ഇത് മതി എന്നാണ്. അങ്ങനെയുള്ള വേഷങ്ങളാണ് അതിനകത്ത്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. വില കുറഞ്ഞ കോട്ടൺ തുണിയാണ്, വില കുറഞ്ഞ റെഡിമെയ്ഡൊക്കെ സാധനങ്ങളില്ലേ, 100 രൂപ 150 രൂപ. ഇപ്പോഴും ഇവിടെ വഴിയിലേക്ക് ഇട്ട് വയ്ക്കുന്നില്ല. അതാണ് പുള്ളി ഉപയോഗിച്ചത്. തലയ്ക്കത് മേടിക്കാനുള്ള കഴിവല്ലേ ഉള്ളൂ ക്യാരക്ടറിനത്. ഞാനിപ്പോൾ ജനുവരി ഓർമ്മ എന്നുള്ള പടത്തിൽ നേരത്ത് ഭയങ്കര ഫ്രഷ് ഡ്രസ്സാണ് മോഹൻലാൽ പറഞ്ഞത്. ഇത് ഇങ്ങനെ ഒരു ഗൈഡായിട്ട് നടക്കുന്ന ആൾ ഇങ്ങനെ ഡ്രസ്സുകൾ ഇടില്ല. മോഹൻലാലും കൂടെ പോയി മറ്റേ ഈ കൊടൈക്കനാലിൽ റോഡിലിട്ട് വയ്ക്കുമല്ലോ സ്വെറ്റർ മറ്റേ സാധനങ്ങൾ, അതിൽ നിന്ന് സെലക്ട് ചെയ്ത ഡ്രസ്സാണ് ആ ഗൈഡായിട്ട് എടുക്കുന്ന ഡ്രസ്സ് മുഴുവൻ. ഈ ചട്ടിക്കുളങ്ങര പാട്ട് സിനിമയുടെ ഇൻട്രൊഡക്ഷൻ സോങ് ആയിട്ട് വരുന്നുണ്ട്. അതിന്റെ റൈറ്റ്സ് വാങ്ങിക്കണം, അതൊരു കാര്യമുണ്ട്. രണ്ടാമതൊരു ജയനെ പോലെയാണ് നമുക്ക് തോന്നുന്നത്, അതിന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ കാണുമ്പോൾ. ലെജൻഡ് ഡയറക്ടർ അദ്ദേഹത്തെ ലാലേട്ടനെ വെച്ച് ചെയ്യുമ്പോൾ അത് എങ്ങനെയാവും എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ മൊത്തത്തിൽ വേറെ തന്നെ ഒരു രീതിയിലാണല്ലോ ഇൻട്രൊഡക്ഷൻ. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പാട്ടിന്റെ റൈറ്റ്സ് വാങ്ങണം. അപ്പം പാട്ടിന്റെ റൈറ്റ്സ് വന്നിട്ട് നമ്മൾ ശ്രീഭാരതം ബിസാർ എഴുതിയ പാട്ടാണ്, അർജുന മാഷാണ് മ്യൂസിക്. പക്ഷെ അവർക്ക് അതിന് റൈറ്റ്സ് ഇല്ല. അത് ബോംബെയിലുള്ള ചെമ്മീർ അവരുടെ ആണ് ആ പാട്ട് എഴുതിയത്. അപ്പോൾ ഞങ്ങൾ ആ പാട്ടിന് അപ്പോൾ ഇവർക്ക് ചെയ്യാൻ കാര്യം ഇത് റൈറ്റ്സ് ഒക്കെ ഇപ്പോൾ അന്ന് അങ്ങനെ ഉണ്ട്. വാങ്ങിച്ച ടീമിനാണ് എൻ്റെ ആവശ്യം. അവരുടെ നമ്മൾ ചെന്ന് ചോദിച്ചു. അവർ ആദ്യം 4 ലക്ഷം രൂപ പറഞ്ഞു. അങ്ങനെ ബാർഗെയിൻ ചെയ്ത് ആ പാട്ടിൻ്റെ അത്രയും വരികൾക്ക് ഞാൻ കൊടുത്തത് 2.25 ലക്ഷം രൂപയാണ്. അന്ന് നസീർ സാറിനെ വെച്ച് എടുത്തപ്പോൾ ആ പടത്തിന് ഫുൾ ചിലവായത് 2.5 ലക്ഷം രൂപയാണ്. അപ്പോൾ അവർ 2.25 ലക്ഷം രൂപ വാങ്ങിച്ചു. എന്തിനാണ് ആ പാട്ടെടുത്തത്? അപ്പോൾ അതിനകത്ത് ശ്രീമാൻ തമ്പി സാറിന് ഒരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, സാർ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ നിന്ന് ചോദിച്ചാൽ നിങ്ങൾക്കല്ല എൻ്റെ റൈറ്റ്സ്, അതാണ് അങ്ങനെ. അപ്പോൾ തമ്പി സാറിന് മനസ്സിലായ കാര്യങ്ങളത്. പിന്നെ ജയൻ്റെ പറഞ്ഞുള്ള ഡിസൈൻ എന്നുള്ള ജയൻ്റെ പേരേ റെഫറൻസിലില്ല. ഇല്ല അത് അന്ന് ആ ഡിസൈൻ ചെയ്ത കുട്ടിയെടുത്ത് പറഞ്ഞു, നമുക്കൊരു തെലുങ്കിലൊക്കെ വരുന്നില്ല അത്, ആ ഒരു സ്റ്റൈൽ. അപ്പോൾ അവർ പറഞ്ഞു അത് നമുക്ക് തെലുങ്കിൽ പരിചയമുള്ളൊരു കോസ്റ്റ്യൂമറും കൂടെ ഉണ്ട്, അങ്ങനെ ഹെൽപ്പോടുകൂടി ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ആ കുട്ടി ആന്ധ്രയിൽ പോയി
അവിടുന്ന് ഒരു സ്പെഷ്യൽ കണ്ട് അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടൊക്കെയാണ് ആ ഡ്രസ്സ് വന്നത്. ഓ ജയനല്ല അതിന്റെ റെഫറൻസ്. ജയനല്ല. ഓ ഫൈൻ ഫൈൻ. അന്ന് ബെൽ ബോട്ടം വേറെ സ്റ്റൈലുണ്ട്, ജയനേ അല്ല. മോഹൻലാലിന് വേറൊരു അപ്പിയറൻസിൽ ഇറക്കണം എന്നുള്ളതാണ് മാത്രമാണ് ആഗ്രഹം. അല്ല ജയനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന മറ്റേ കളർ ചുവപ്പിന് വെള്ള കളർ അതല്ല, അങ്ങനെ ആലോചിച്ചിട്ട് പോലും ഇല്ല. ഈ അങ്ങനെ വിഗൊക്കെ വേറെ ടൈപ്പ് മുടി, വേറെ കളർ മുടി, മൊത്തത്തിൽ വേറെ ഒരു സെറ്റപ്പ്. ഈ ലാൽ സാർ ആ കോസ്റ്റ്യൂമിൽ വന്നിറങ്ങുമ്പോൾ ആദ്യം കാണുന്ന ഒരാൾ രാജേട്ടനായിരിക്കില്ലേ? അല്ല, എൻ്റെ വേറെ സംബന്ധിച്ച് കഴിഞ്ഞാൽ വാസ്കോ ഗാമ എന്നുള്ള പാട്ട് 4 ദിവസം എടുത്തു. 3 ദിവസം എടുത്തു. 3 നൈറ്റാണ്, വൈകുന്നേരം 6 മണി തൊട്ട് വെളുപ്പിന് 5:30 മണി വരെ. അത് കഴിഞ്ഞിട്ടാണ് മറ്റേ ആക്ഷൻ സീക്വൻസ് എടുക്കുന്നത്. അതിന് 8 ദിവസം എടുത്തു. ഡെയിലി 1000 ജൂനിയർ ആർട്ടിസ്റ്റ് ചെന്ന അപ്പാനെയൊക്കെ എത്തിക്കുന്നത്. അതും വെളുപ്പിന് 6 മണിയാകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, നമ്മളൊരു തമിഴിലെ ഏറ്റവും വലിയൊരു പേര് ഞാൻ പറഞ്ഞത് ഡാൻസ് മാസ്റ്ററാണ് വരുന്നത്. അപ്പം പുള്ളിയുടെ ഡേറ്റുകൾ നമ്മൾ പറഞ്ഞ് മാറി ക്ലൈമാക്സിന്. അപ്പം പുള്ളി രാവിലെ എത്തും, അല്ല രാത്രി എത്തും. രാത്രി എത്തിയിട്ടുണ്ട് പുള്ളിക്ക് ഉച്ചയ്ക്ക് 12 മണിക്ക് പോകണം എന്ന് പറയുന്നത്. അങ്ങനെ 12 മണിയൊക്കെ പാട്ട് തീരാൻ പറ്റുമോ? ഞാൻ അങ്ങനെ പറഞ്ഞു വിട്ടേക്കട്ടെ എന്തെങ്കിലും പൈസ കൊടുത്ത്. അല്ലല്ല, ഞാൻ അത് വേണ്ട, അദ്ദേഹം ഒരു വലിയ ആളല്ലേ, നമുക്ക് എടുക്കാം. നമ്മളിവിടെ ഫൈറ്റ് തീരുമ്പോൾ തന്നെ വെളുപ്പിന് 5:30-6 മണിയാവില്ലേ. ഞാനൊരു 8 മണിക്ക് വന്നാൽ പോരെ. പുള്ളി 6 മണിക്ക് നേരം വെളുത്തിട്ടാണ് സെറ്റിൽ നിന്ന് പോകുന്നത്. പോയി നമ്മൾ 8:30 നോക്കുമ്പോൾ 8 മണിക്ക് പുള്ളി ഈ ഡ്രസ്സ് ഇട്ട് റെഡി ആയിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട് കാരവനിൽ നിന്ന് ഇറങ്ങി വരാണ് സംഭവം. അങ്ങനെ ആ പാട്ടെടുത്ത് കറക്റ്റ് 12 മണിയായപ്പോൾ മറ്റേ മാസ്റ്റർ പോയി. 2:30-3 മണിക്ക് എന്നാണ് ഫ്ലൈറ്റ്. ആ ലിമിറ്റഡ് സമയത്തിന് ഈ 9 ദിവസമായിട്ട് ഉറങ്ങാത്ത ആളാണ് ആ ഫുൾ എനർജിയിൽ കളിച്ചിരിക്കുന്നത്. സാർ ഇങ്ങനെ മുമ്പ് ഈ അധിപനിൽ ലാലേട്ടൻ വായൽ വെള്ളം ഗാർഗിൾ ചെയ്തിട്ട് ഫൈറ്റ് ചെയ്ത കാര്യം സാറിനല്ലേ റിവീൽ ചെയ്യുന്നത്? അതെ അതെ. ഈ അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷനെ പറ്റിയിട്ട് അങ്ങനെ വോക്കലാവുന്ന ഒരാളെ അല്ലല്ലോ ഒരിക്കലും. ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് കൊടുക്കത്തില്ല. നമ്മളാണെങ്കിൽ ഇപ്പോൾ തുടരുന്ന എത്രയോ രാത്രികൾ 3-4 ലോറിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മഴയത്ത് ഫൈറ്റ് ചെയ്യുമ്പോഴൊക്കെ പുള്ളിക്ക് വയ്യ, ചുമയുണ്ട്, പനിയുണ്ട്. പക്ഷേ ഒരു പ്രൊഡ്യൂസറിന് ഇത് കാരണം എത്ര രൂപ നഷ്ടം വരും, ഇത്രയും പേര് വെയിറ്റ് ചെയ്യണം, ബാറ്റ് കൊടുക്കണം. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ വർക്കാണ് ദൈവം. പുള്ളി അതിനകത്തൊരു കോംപ്രമൈസ് ഇല്ല. ഈ വിനായകൻ വന്നിട്ട് ചോട്ടമുമ്പിൽ ഫസ്റ്റ് വന്നിട്ട് കൊല്ലുന്ന ആള് മാർട്ടിൻ പ്രക്കാട്ടാ, ഇന്നത്തെ ഏറ്റവും വലിയ ഡയറക്ടർ. അതെങ്ങനെയാ ക്യാമിയോ വന്നത്? അന്നൂർ റഷീദിന്റെ ഫ്രണ്ടാണ്. അങ്ങേരെ അന്ന് കൊന്നുകൊണ്ട് പിന്നെ അങ്ങേരെ എടുത്ത ഒരു പടത്തിൽ എന്നെ വിളിച്ചിട്ടില്ല. എന്നെ വിളിച്ചു വരുത്തി കൊന്ന ആളാണ്. എന്നിട്ട് മാർട്ടിൻ പ്രക്കാട്ട് പുള്ളി ഡയറക്ട് ചെയ്ത പടങ്ങളിലൊന്നും എന്നെ വിളിച്ചിട്ടേ ഇല്ല ഇതുവരെ. ഇത്രയും വർഷമായി. ഞാൻ അന്ന് കൊന്നതൊരു തെറ്റായിപ്പോയി. വിനായകന് അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു വലിയ ബ്രേക്ക് ത്രൂ കൊടുക്കുന്ന വേഷമായിരുന്നു ആ സിനിമയിലെ. എല്ലാവർക്കും നമ്മൾ ഒരു സീനിൽ വന്നാലും നല്ലൊരു പടം ടീംസും തലയും ടീമിനും ശക്തമായിട്ട് വരുന്നുണ്ട്. പണ്ട് കണ്ട മാതിരിയല്ല, പുതിയ അനുഭൂതി, പുതിയ രസങ്ങളും ഒക്കെയാണ് എല്ലാവരും കാണുക. വേറെ അഡീഷണൽ ആയിട്ട് അതിനകത്തൊന്നും കട്ട് ചെയ്യുക ആഡ് ചെയ്യുകയും ചെയ്തില്ല. പക്ഷെ ടെക്നിക്കലി അതിനെ എൻഹാൻസ് ചെയ്തു നമ്മൾ. എല്ലാവരും കാണണം. ചോട്ടം ഒരു എന്താ പറയുക, രസിക പടമായിരിക്കും. 4K അറ്റ്മോസിൽ വരുന്ന 4Kയിൽ വരുന്ന ചെയ്തിട്ടുണ്ട്. എന്തായാലും ടെക്നിക്കലി എൻഹാൻസ്ഡ് ആയ തലയും കൂട്ടി നമുക്ക് കാണാം. ഡേറ്റ് ഏകദേശം എപ്പോഴായിരിക്കും പറയാൻ? ജൂണിലായിരിക്കും. ഈ പടങ്ങളുടെ തിരക്കൊന്ന് കഴിയട്ടെ. യെസ്. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. ഓക്കെ, താങ്ക് യു.